നാഷണൽ കോൺഗ്രസിന്റെ യുവജനത്തിൽ അതിവേഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രതിഭാസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കേവലം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവിൽ നിന്നും നിയമസഭാ സാമാജികയിലേക്കും യൂത്ത് സംസ്ഥാന അധ്യക്ഷനിലേക്കും അദ്ദേഹം നടന്നു കയറി. എന്നാൽ ഈ അമ്പരപ്പിക്കുന്ന വളർച്ചയുടെ അതേ വേഗത്തിൽ തന്നെ വ്യക്തിപരമായ വിവാദങ്ങളുടെയും സ്വഭാവദൂഷ്യ ആരോപണങ്ങളുടെയും കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകർന്നു വീഴുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതരേഖ ഇന്ത്യൻ യൂത്ത് രാഷ്ട്രീയം എങ്ങനെയാണ് മാറിമറിഞ്ഞതെന്നും ആധുനിക മാധ്യമ ലോകം ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ സൃഷ്ടിക്കുന്നു, തകർക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഒരു നേർചിത്രമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം KSU വഴിയാണ് ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയുള്ള സാധാരണ നേതാക്കളുടെ രാഷ്ട്രീയ പ്രവേശന രീതി തന്നെയായിരുന്നു ഇത്. 2019 മുൻപുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വളർച്ച സാധാരണ നിലയിലായിരുന്നു എന്ന് പറയാം. പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോഴൊക്കെ പ്രാദേശിക ശ്രദ്ധ ലഭിച്ചിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം 2011 പത്തനംതിട്ടയിൽ നടന്ന MG സർവകലാശാല വൈസ് ചാൻസലർക്കെതിരായ സമരമായിരുന്നു. BCയുടെ കോലം കത്തിക്കുന്നതിനിടെ തീ പടർന്ന് പ്രവർത്തകരുടെ വസ്ത്രങ്ങളിൽ തീ പിടിക്കുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്ത ആ രംഗം അക്കാലത്ത് വൈറലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം നെറ്റിയിൽ കുറിതൊട്ട് സമരം നയിച്ച രാഹുൽ എന്ന KSU നേതാവിനെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അല്പമെങ്കിലും ശ്രദ്ധിച്ചു തുടങ്ങി. സംഘടനാ രംഗത്ത് തന്റെ ആത്മാർത്ഥതയും ധൈര്യവും ഈ സംഭവങ്ങൾ അടിവരയിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ തലവര മാറ്റിയെഴുതിയത് ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചാവേദികളാണ്. യൂത്ത് കോൺഫറൻസുകളിലേക്ക് പ്രവേശിച്ച ശേഷം അദ്ദേഹം യുവശബ്ദമായി ചാനൽ ചർച്ചകളിൽ സജീവമായി. 2020 ഒരു മഹാമാരിയുടെ കാലഘട്ടം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറി. ലോക്ക്ഡൌണും മറ്റുമായി ജനങ്ങൾ കൂടുതലായി ദൃശ്യമാധ്യമ ചർച്ചകളെ ആശ്രയിച്ച സമയമായിരുന്നു ഇത്. ഈ ഘട്ടത്തിലാണ് സ്പ്രിംഗ്ലർ വിവാദം, തുടർന്നു വന്ന സ്വർണ്ണക്കടത്ത് വിവാദം തുടങ്ങിയവ കേരള രാഷ്ട്രീയത്തിൽ കൊടുമ്പിരി കൊണ്ടത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിച്ച ഈ സമയത്ത് യൂത്ത് കോൺഫറൻസിന്റെ ഫയർ ബ്രാൻഡ് മുഖാമുഖം രാഹുൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. എതിർ രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതിലും സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതിലും രാഹുൽ സ്വീകരിച്ച ആക്രമണോത്സുക നിലപാട് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. ഒരു യൂത്ത് മീഡിയ ഐക്കൺ എന്ന നിലയിലേക്ക് അദ്ദേഹം അതിവേഗം വളർന്നു. പൊതുമധ്യത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയെ എടാ വിജയ എന്ന അഭിസംബോധന ചെയ്ത അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ ആക്രമണോത്സുക ശൈലിയുടെ ഉദാഹരണമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കനത്ത തിരിച്ചടി നേരിട്ട ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്ഥാനമുറപ്പിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കോൺഗ്രസിന്റെ പതിവ് മുഖങ്ങൾ ചാനൽ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നപ്പോൾ പലപ്പോഴും UDFനായി വാദിക്കാൻ വിവിധ ചാനലുകളിൽ രാഹുൽ എത്തി. അദ്ദേഹത്തിന്റെ ചർച്ചാ ശകലങ്ങൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അനുഭാവികൾക്ക് ഒരു ആശ്വാസമായിരുന്നു. അക്കാലത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ അടുത്ത അനുയായിയായി രാഹുൽ അറിയപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറികടന്ന് തിരഞ്ഞെടുപ്പിലൂടെ രാഹുൽ എത്തുന്നത് ഈ വളർച്ചയുടെ സ്വാഭാവികമായ അടുത്ത ഘട്ടമായിരുന്നു. അബിൻ വർക്കിയെ പോലുള്ളവരെ പിന്തള്ളിയാണ് അദ്ദേഹം ഈ നിർണായക സ്ഥാനം നേടിയെടുത്തത്. ഇതിന് പിന്നാലെ വ്യാജ ID കാർഡ് വിവാദം പോലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിലും അവയെ മറികടന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായി നിലകൊണ്ടു. സമരങ്ങളിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹം നിറഞ്ഞു കളിച്ചു. പിന്നീട് ഷാഫി പറമ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം ഒഴിഞ്ഞപ്പോൾ തന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരാൻ ഷാഫി ശക്തമായി വാദിച്ചു. ഒടുവിൽ ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങി കോൺഗ്രസ് രാഹുലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി. കടുത്ത മത്സരം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ കോൺഗ്രസ് നേതൃനിരയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറി. നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഈ യുവ MLAയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. രാഷ്ട്രീയത്തിൽ അതിവേഗം ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലെ ആരോപണങ്ങളെ തുടർന്നാണ് അതേ വേഗത്തിൽ തകർന്നടിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകി കോൺഗ്രസ് അനുഭാവിയായ നടി റിനി വെളിപ്പെടുത്തലുകൾ നടത്തി. ഈ ആരോപണങ്ങൾ യുവ നേതാവിന് മുന്നറിയിപ്പായിരുന്നു. എന്നാൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചില ഗോസിപ്പുകൾ പ്രചരിച്ചതോടെയാണ്. ഈ അഭ്യൂഹങ്ങളെ ഹൂ കേസ് എന്ന് പറഞ്ഞു തള്ളിയ രാഹുലിന് മണിക്കൂറുകൾക്കകം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമ്പോഴും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ട രാജിക്ക് സ്വയം പ്രതിരോധം തീർത്ത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ലൈംഗികാരോപണങ്ങളെ തുടർന്ന് കുറച്ചുകാലം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്ന രാഹുൽ 3 മാസങ്ങൾക്ക് ശേഷം പാലക്കാട് വീണ്ടും സജീവമായി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തന്റെ അനുയായികൾക്ക് സീറ്റ് ഉറപ്പിക്കാനും അവർക്കായി സജീവമായി പ്രചാരണം നടത്താനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരായ എതിർപ്പുകളെ നേരിടാൻ ഒരു സംഘത്തെ തന്നെ അദ്ദേഹം അണിനിരത്തി. ഷാഫി പറമ്പിലിനെ പോലുള്ളവരുടെ സംരക്ഷണം ഉള്ളിടത്തോളം കാലം പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ തനിക്കൊരു പ്രശ്നമല്ലെന്ന് അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചു. പുറത്താക്കൽ എന്നാൽ ഈ പ്രതിരോധങ്ങളെല്ലാം തകർത്തുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എത്തി. ഒരു യുവതിയെ ഗർഭിണിയാക്കാൻ ശ്രമിക്കുകയും തുടർന്ന് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ പുറത്തുവന്നു. പിന്നാലെ യുവതി പാർട്ടിക്കും പോലീസിനും പരാതി നൽകി. ഇതോടെ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു. ഈ ആരോപണങ്ങളെ തുടർന്ന് ഒളിവിലിരിക്കേണ്ടി വരുന്നു.
പാർട്ടിക്ക് ലഭിച്ച പരാതി KPCC പോലീസിന് കൈമാറുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ലൈംഗികാരോപണങ്ങളുടെയും കേസിന്റെയും പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കഴിയാതെയായി. ഒടുവിൽ യൂത്ത് സംയുക്തത്തിന്റെയും മുഖം രക്ഷിക്കാനായി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കപ്പെട്ടു. രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. കാലത്തിന്റെ കാവ്യനീതി എന്നോണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 1 വർഷം തികഞ്ഞ ദിവസം തന്നെയാണ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇത് രാഷ്ട്രീയ ജീവിതത്തിലെ ദുരന്ത പര്യവസാനത്തിന് കൂടുതൽ ആഴം നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുരുങ്ങിയ കാലം മാത്രം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതം, മാധ്യമ ശ്രദ്ധയും സോഷ്യൽ മീഡിയയും നൽകുന്ന അതിവേഗ വളർച്ച എത്രമാത്രം താൽക്കാലികവും അപകടകരവുമാണെന്ന് തെളിയിക്കുന്നുമുണ്ട്. സ്വഭാവ ഗുണത്തേക്കാൾ സ്വഭാവ ദൂഷ്യം ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെ മാരകമായ തിരിച്ചടിയാകാം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.